ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 111. ചേതന്റെ അടുത്ത ഇര. മഹാദേവനെ പറ്റിച്ച് 9 ദിവസം എടുക്കും പ്രീതിയെ സുഖപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞ് പണം വാങ്ങിയിട്ടിപ്പോ മിനിറ്റുകൾ കൊണ്ടാണ് അവരുടെ മുമ്പിൽ വെച്ച് ചേതൻ അവളെ സുഖപ്പെടുത്തിയത്. ഇനി അവരോടിതിന് എന്തു മറുപടി പറയുമെന്ന് ചേതൻ ചിന്തിച്ച് അവൻ ആകെ ഭയപ്പെട്ടു. പക്ഷേ അവന്റെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് മഹാദേവന്റെ ശബ്ദം ആ മുറിയാകെ അലയടിച്ചു. ഇന്ദ്രൻ സാർ, നിങ്ങൾ എന്റെ ദൈവമാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പണം തന്നതിൽ ഒരു തെറ്റുമില്ല. തന്റെ ഞെട്ടൽ വിട്ടുമാറിയതും ചേതനെ നോക്കി മഹാദേവൻ സന്തോഷത്തോടെ പറഞ്ഞു. ഇത്രയും വലിയൊരു രോഗം ഇന്ദ്രൻ സാറിന് എങ്ങനെ ഇത്ര എളുപ്പത്തിൽ സുഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് അയാൾക്ക് വിശ്വസിക്കാനായില്ല. ഏതാനും സൂചികൾ കൊണ്ടുള്ള ചെറിയ പ്രയോഗം കൊണ്ട് മാത്രം തന്റെ ഭാര്യ സുഖം പ്രാപിച്ചതായി അയാൾ കണ്ടു. മാത്രമല്ല, മഹാദേവൻ ഈ ചികിത്സാ രീതി ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഇന്ദ്രൻ സാറിന്റെ വിദ്യകൾ ആർക്കും മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണെന്ന് അയാൾ കരുതി. ഇന്ദ്രന് ഇതെല്ലാം എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നത് അവർക്ക് മനസ്സിലായില്ല. അതുമല്ല, ഇത്രയും എളുപ്പത്തിൽ ഒരു അത്യാസന്ന രോഗിയെ ചികിത്സിക്കാൻ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടേഴ്സിന് പോലും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവരാരും അയാളുടെ ഭാര്യയെ കൈയൊഴിയില്ലായിരുന്നല്ലോ. ഇന്ദ്രൻ സാറിന്റെ പദവിയും വൈദഗ്ധ്യവും സാധാരണക്കാരന് സങ്കല്പിക്കാവുന്നതിലും അപ്പുറം തന്നെ. ഇതെന്താ ഈ പറയുന്നത്? ചേതൻ തന്റെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചിന്തിച്ചു. മഹാദേവൻ പണം നൽകാൻ മടിക്കുമെന്നാണ് അവൻ ആദ്യം കരുതിയത്. കാരണം 10 നിമിഷം പോലും ആവശ്യമില്ലാത്ത ഒരു ട്രീറ്റ്മെന്റിനാണ് താൻ ഇത്രയും അധികം പണം അനാവശ്യമായി ചിലവഴിച്ചതെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാകുമെന്നാണ് ചേതൻ കരുതിയത്. എന്നാൽ ചേതന്റെ ചിന്തകൾക്ക് വിരുദ്ധമായി മഹാദേവൻ അവനെ മഹാനായി കണക്കാക്കുകയായിരുന്നു. എന്നിരുന്നാലും ഇങ്ങനെ വെറുതെ പണം വാങ്ങി വെച്ചാൽ ആളുകളുടെ മുന്നിൽ തന്റെ വില പോയാലോ എന്ന് അവൻ കരുതി. അതുകൊണ്ട് ഒന്ന് മെല്ലെ നെടുവീർപ്പിട്ട ശേഷം അവൻ പറഞ്ഞു, ഇത് വെറും തുടക്കം മാത്രമാണ്. പ്രീതിക്ക് പൂർണ്ണമായി ഭേദമാകാൻ ഇനിയും സമയമെടുക്കും. ഞാൻ കുറച്ച് പച്ചമരുന്നുകൾ വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരാം. ശരി സാർ, എനിക്ക് സാറിന് പൂർണ്ണ വിശ്വാസമാണ്. സാർ എന്ത് ചെയ്താലും അതെല്ലാം അവളുടെ നന്മയ്ക്കാണ്. അതുകൊണ്ട് സാർ എന്താവശ്യപ്പെട്ടാലും ഞാനത് കണ്ണുടച്ച് ചെയ്യും, മഹാദേവൻ പറഞ്ഞു. ചേതനൊന്ന് മറുപടിയായി മൂളി. ചേതൻ അതിനുശേഷം ഒന്നും പറയാതെ ശാന്തനായി നിൽക്കുന്നത് കണ്ട മഹാദേവൻ സ്ട്രെച്ചർ തിരികെ കൊണ്ടുപോകാൻ തന്റെ വേലക്കാരെ നോക്കി ആംഗ്യം കാണിച്ചു. ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിന്റെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല, മഹാദേവൻ ചേതനെ നോക്കി നന്ദിയോടെ പറഞ്ഞു. ഇതേ സമയം വേലക്കാർ സ്ട്രെച്ചർ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് പ്രീതി എഴുന്നേറ്റിരുന്നു. ദേവ, അവൾ മെല്ലെ വിളിച്ചു. അവൾ എഴുന്നേൽക്കുന്നത് കണ്ട് വേഗം തന്നെ മഹാദേവനും അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. പ്രീതി, നീ എഴുന്നേക്കണ്ട. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നോളൂ, അയാൾ പ്രീതിയോട് തിടുക്കത്തിൽ പറഞ്ഞു. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇത്രയും കാലം കിടപ്പിലായിരുന്നില്ലേ, ഇനിയൊന്ന് എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു. പ്രീതിയുടെ ശരീരം തളർന്നിരുന്നുവെങ്കിലും തന്റെ ഭർത്താവിന്റെ സഹായത്തോടെ അവൾക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രീതി, ഇതാണ് ഇന്ദ്രൻ സാർ. അദ്ദേഹം ഒരു എസ് ലെവൽ അധ്യാപകനാണ്. ഇദ്ദേഹമാണ് നിന്നെ സുഖപ്പെടുത്തിയത്. ഇന്ദ്രൻ സാർ, അതും എസ് ലെവൽ അധ്യാപകനോ? പ്രീതി ആശ്ചര്യത്തോട് ചോദിച്ചു. എന്നിട്ട് വേഗം കുമ്പിട്ട് താഴ്മയായി പറഞ്ഞു, സാർ, എന്റെ ജീവൻ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, ചേതൻ ഒന്ന് പുഞ്ചിരിച്ച ശേഷം നിസ്സാരമായി പറഞ്ഞു. എന്നിരുന്നാലും ഈ സമയത്ത് ചേതൻ തന്റെ അഭിനയവും ചികിത്സയും ഒക്കെ വിജയം കണ്ടതിൽ സന്തോഷം കൊണ്ട് തുള്ളുകയായിരുന്നു. പക്ഷെ ആ സന്തോഷം മുഖത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ചേതൻ ഇങ്ങനെ ഇതൊക്കെ തനിക്കൊരു വിഷയമേ അല്ല എന്ന മട്ടിൽ നിൽക്കുന്നത് കണ്ടതും അവിടെ നിന്നവർ കൂടുതൽ അമ്പരന്നു. ഒരു യഥാർത്ഥ എസ് ലെവൽ അധ്യാപകൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് അവർ കരുതി. ഇത്രയും വലിയ പ്രശ്നം പരിഹരിച്ചിട്ടും അദ്ദേഹം അതിൻ്റെതായ അഹങ്കാരം കാണിച്ചതുമില്ല, പ്രതിഫലമൊന്നും ചോദിച്ചതുമില്ല. അദ്ദേഹം വളരെ ലളിതമായാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു നല്ല മനുഷ്യനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചിന്തകൾ അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. മഹാദേവൻ തന്റെ ഭാര്യയെ കൂട്ടി പുറത്തേക്ക് പോയി. അയാൾ അവിടെ നിന്നും പോയതും മോഹൻ നേരത്തെ മഹാദേവൻ തന്ന 10 നോട്ടുകെട്ടുകൾ അടങ്ങിയ ബാഗ് ചേതന് നേരെ നീട്ടി. ചേതൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പണം എത്ര കാണും എന്നുള്ളത് ഊഹിച്ചു. ആ ബാഗിലെ ഒരു കെട്ട് 1 ലക്ഷമാണ്. അങ്ങനെ മുഴുവൻ 10 കെട്ടുകൾ ചേരുമ്പോൾ 10 ലക്ഷം രൂപ. ഇത്രയും പണം സമ്പാദിക്കാൻ ശങ്കറിനെ പോലെ ഒരാൾക്ക് എത്ര മനുഷ്യരെ പറ്റിക്കേണ്ടി വന്നു കാണുമെന്ന് ചേതൻ അറിയില്ല. പക്ഷേ ചേതന് ഒരു ദിവസം
ഒരു എസ് ലെവൽ അധ്യാപകനായി അഭിനയിച്ച് ഒരാളെ ചികിത്സിച്ചപ്പോൾ തന്നെ ഇത്രയേറെ ലഭിച്ചിരിക്കുന്നു. ശരിക്കും ഒരു എസ് ലെവൽ അധ്യാപകൻ ഒരാളെ ചികിത്സിക്കുന്നതിന് ഇത്രയും പണമൊക്കെ ആരെങ്കിലും നൽകുമോ എന്നോർത്ത് ചേതനൊന്ന് ഭയപ്പെടാതിരുന്നില്ല. എന്നിരുന്നാലും ചേതൻ ഇപ്പോൾ ഈ പണം കൊണ്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടിരുന്നില്ല. കാരണം അവന് ഇനിയും പണം ആവശ്യമായിരുന്നു. ബാക്കി പണം എങ്ങനെ ഉണ്ടാക്കും എന്നോർത്ത് തന്നെ ചേതന് തന്റെ തല പൊട്ടുന്നത് പോലെ തോന്നി. 10 ലക്ഷം വലിയ തുകയാണെങ്കിലും അവന്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അത് വളരെ ചെറുതായിരുന്നു. ഈ പണം കൊണ്ട് അവന് വാങ്ങേണ്ട പച്ചമരുന്നിന്റെ പകുതി പോലും വാങ്ങാൻ കഴിയില്ല. കുറച്ചുകൂടി പണം സമ്പാദിക്കണമെങ്കിൽ അവൻ ഇനിയും ചികിത്സ തുടരേണ്ടതുണ്ട്. പക്ഷേ പ്രീതി ഇപ്പോൾ മുഴുവനായും സുഖം പ്രാപിച്ചിരിക്കുന്നു. താമസിയാതെ അവളുടെ മുഴുവൻ ശക്തിയും തനിയെ തിരിച്ചു വരും. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയും അവളെ ചികിത്സിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചികിത്സ തുടർന്നുകൊണ്ട് പോകാനും അവന് കഴിയില്ല. മഹാദേവന്റെ ഭാര്യയുടെ രോഗം മാറിയത് കണ്ട് ഈ നാട്ടിലുള്ളവരെല്ലാം ഞെട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഈ കാര്യം ഉടൻ തന്നെ എല്ലാവരും അറിയും. കാരണം ആരെക്കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു രോഗമാണ് ഇന്ദ്രൻ സാർ വെറും നിമിഷങ്ങൾ കൊണ്ട് മാറ്റിയത്. ഇനി ഇന്ദ്രൻ സാർ ആയിരിക്കും ഇവിടുത്തെ ഹീറോ. മോഹൻ ഉത്സാഹത്തോടെ പറഞ്ഞു. അവന് ചേതനോടുള്ള ബഹുമാനം കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ പറഞ്ഞത് കേട്ട് ചേതന് വീണ്ടും വിഷമം തോന്നി. ഇത്തരം ഒരു നല്ല അവസരം ലഭിച്ചിട്ട് പോലും അത് ഇങ്ങനെയായി തീർന്നതിന്റെ കാരണം അവന് പറ്റിയ ഒരു അബദ്ധമാണ്. അവൻ അബദ്ധത്തിൽ പ്രീതിയെ മുഴുവനായി സുഖപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ മഹാദേവന്റെ അടുത്തു നിന്നും ഇനിയും പണം വാങ്ങാമായിരുന്നു. സാരമില്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് കരുതി അവൻ നെടുവീർപ്പെട്ടു. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഖേദിക്കുന്നത് വെറുതെയാണെന്ന് ചേതൻ അറിയാം. അതുകൊണ്ട് അവൻ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം പാഴാക്കാൻ തയ്യാറായില്ല. മോഹൻ, ഞാൻ പറയുന്ന മരുന്നുകളൊക്കെ നീ ഒന്ന് നോട്ട് ചെയ്തോ, ചേതൻ മോഹനോട് പറഞ്ഞു. എന്നിട്ട് ഒരു പേപ്പറിൽ ചില ഔഷധ സസ്യങ്ങളുടെ പേരെഴുതി കൊണ്ടുവരാൻ അവനോട് പറഞ്ഞു. ചേതൻ ഒരു ഔദ്യോഗിക ആൽക്കിമിസ്റ്റ് ആണെങ്കിലും എങ്ങനെ മരുന്നുണ്ടാക്കണമെന്ന് അവൻ അറിയില്ല. എന്നിരുന്നാലും ഒരു തവണ മാന്ത്രിക ലൈബ്രറിയുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ ആ മരുന്നുകൾ ഉണ്ടാക്കാൻ കഴിയും. ഇതേ സമയം ഇഷാൻ ചായക്കടയിലെ ഒരു മേശയിൽ ഇരിക്കുകയായിരുന്നു. ചേട്ടാ, ഒരു ചായ കൂടി. അവൻ ചായക്കടക്കാരന് ഒരു നോട്ട് എടുത്ത് കൊടുത്ത ശേഷം പറഞ്ഞു, ദേ ഇപ്പൊ കൊണ്ടുവരാം. ആ ചായക്കടക്കാരൻ പറഞ്ഞു. അയാൾക്ക് ഏതാണ്ട് 50 വയസ്സെങ്കിലും പ്രായം കാണും. അയാൾ സന്തോഷത്തോടെ ഇഷാൻ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുത്തു. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇഷാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചേതൻ താമസിക്കുന്ന ബംഗ്ലാവിന് എതിർവശത്തായിരുന്നു ഈ ചായക്കട. അതുകൊണ്ടാണ് ചായക്കടക്കാരനോട് തന്നെ ഈ ചോദ്യം ചോദിക്കാമെന്ന് ഈഷാൻ കരുതിയത്. അതിനെന്താ, ചോദിക്കേ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ മറുപടി തരാം. ചായക്കടക്കാരൻ ഇഷാന്റെ കയ്യിലുള്ള മറ്റൊരു നോട്ട് കണ്ട് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പണം കിട്ടുമെങ്കിൽ എന്ത് ചോദ്യത്തിനും ഉത്തരം പറയുന്നതിൽ എന്താ പ്രശ്നമെന്ന് അയാൾ ചിന്തിച്ചു. എനിക്ക് ബംഗ്ലാവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇഷാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്ന് മോഹൻ വീണ്ടും പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടത്. മോഹനെ കണ്ടതും ഇഷാൻ ചായക്കടക്കാരനോട് ചോദിക്കാൻ വന്നത് അങ്ങനെ തന്നെ വിഴുങ്ങി. മോഹൻ വീണ്ടും വന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ ബംഗ്ലാവിന്റെ ഗേറ്റിലേക്ക് തന്നെ നോക്കി നിന്നു. അയാൾ തന്റെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാകുമെന്നാണ് ആദ്യം ഇഷാൻ കരുതിയത്. പിന്നെയാണ് മോഹന്റെ പിന്നാലെ വേറെയും ആളുകളുണ്ടെന്ന് അവൻ കണ്ടത്. അതിലൊന്ന് കുറച്ചു മുമ്പ് അകത്തേക്ക് പോയ മഹാദേവനായിരുന്നു. അയാൾ മറ്റാരെയോ കൈ പിടിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇതാരാ മഹാദേവന്റെ കൂടെ വരുന്നത്? ഇഷാൻ ചിന്തിച്ചു. പിന്നെയാണ് അവൻ ആളെ മനസ്സിലായത്. ഇതയാളുടെ ഭാര്യയല്ലേ, പ്രീതി? ഇഷാൻ ഞെട്ടലോടെ പറഞ്ഞു. താൻ കാണുന്ന കാഴ്ച വിശ്വസിക്കാനാവാതെ അവൻ കണ്ണും മിഴിച്ചു നിന്നു. ഇഷാൻ മഹാദേവന്റെ ഭാര്യയെ ഇതിനു മുമ്പ് 2 തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് പ്രീതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അകത്തേക്ക് അവരെ സ്ട്രക്ചറിൽ കയറ്റിയാണ് കൊണ്ടുപോയത്. അത് അവൻ കണ്ടതുമാണ്. എന്നാൽ ഇപ്പോൾ അവർ എങ്ങനെ സ്വന്തം കാലിൽ നടന്നു വരുന്നു? ഇഷാൻ അത്ഭുതത്തോടെ നോക്കി. ആ ബംഗ്ലാവിനുള്ളിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഞാനീ കാണുന്നൊക്കെ സത്യം തന്നെയാണോ, അതോ പകൽക്കിനാവ് കാണുകയാണോ? ഇഷാൻ കണ്ണ് ചിമ്മാതെ തന്റെ മുന്നിലെ കാഴ്ച നോക്കിക്കൊണ്ടിരുന്നു. പ്രീതി രോഗബാധിതയായിട്ട് ഒരുപാട് കാലങ്ങളായെന്ന് ഇഷാൻ ഉറപ്പാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർക്ക് പോലും അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നായിരുന്നു കേട്ടത്. പിന്നെ താൻ ഇപ്പോൾ കാണുന്നതൊക്കെ എങ്ങനെ സാധ്യമാകും? അങ്ങനെയുള്ളപ്പോൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവർ എങ്ങനെയാണ് നടക്കാൻ തുടങ്ങിയത്? ഇത് എന്തു തരം മായാജാലമാണ്? അവൻ വിശ്വാസം വരാതെ സ്വയം ചോദിച്ചു. അതേസമയം ഇഷാന്റെ കുടുംബം താമസിക്കുന്ന ബംഗ്ലാവിൽ പിൻവാതിലിലൂടെ ഒരു മധ്യവയസ്കൻ പുറത്തിറങ്ങി. ഇഷാന്റെ അച്ഛൻ സഹദേവനായിരുന്നു അത്. അയാളുടെ കയ്യിൽ
ഒരു ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. അയാൾ മെല്ലെ നടന്ന് കുളത്തിന്റെ അടുത്തുള്ള കസേരയിലേക്ക് പോയിരുന്നു. എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം അയാൾക്ക് ഇതൊരു പതിവാണ്. ഇങ്ങനെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം അയാൾ ഇവിടെ വന്നിരുന്ന് ശാന്തമായി ചായ കുടിക്കും. ഇന്ന് അയാൾക്കൊരു നല്ല ദിവസമായിരുന്നു. അതുകൊണ്ട് താൻ ഇവിടെ സമയം ചെലവഴിക്കുമ്പോൾ ആരും തന്നെ വന്ന് ശല്യപ്പെടുത്തരുത് എന്ന് അയാൾ ഉത്തരവിട്ടിരുന്നു. അതിപ്പോൾ സ്വന്തം മകനാണെങ്കിലും ഇവിടേക്ക് കടത്തി വിടരുത് എന്നായിരുന്നു അയാളുടെ ഉത്തരവ്. നോർത്ത് ലൈനിന്റെ തലവൻ എന്ന സ്ഥാനം അലങ്കരിക്കേണ്ട ആളായിരുന്നു അയാൾ. തനിക്ക് ഈ രോഗം വന്നില്ലായിരുന്നുവെങ്കിൽ താൻ ഇപ്പോൾ ആ സ്ഥാനത്തിരുന്നേനെ എന്ന് അയാൾ ഓർത്തു. ഇപ്പോഴത്തെ തന്റെ അവസ്ഥ വെച്ചിട്ട് പേരിന് മാത്രമേ അയാൾക്ക് കുടുംബനാഥൻ എന്ന സ്ഥാനം പോലും ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ വാക്കുകളൊന്നും ആരും പണ്ടത്തേതുപോലെ വക വെച്ചിരുന്നില്ല. അയാളുടെ രോഗം കാരണം അയാൾക്കിപ്പോൾ ശക്തി നന്നേ കുറവാണ്. അതുമല്ല, ഒരുപാട് നാളുകളായി എല്ലാവരും ഈ പേരും പറഞ്ഞ് അയാളെ അടിച്ചമർത്തുകയായിരുന്നു. എന്നാലും അയാളുടെ കുടുംബാംഗങ്ങൾ എങ്കിലും അയാളുടെ വാക്കുകൾക്ക് വില നൽകാറുണ്ട്. അവർ ഇപ്പോഴും അയാളെ ബഹുമാനിക്കുന്നത് കൊണ്ട് അയാളുടെ കൽപ്പന മറികടന്ന് ആരും തന്നെ ഒന്നും ചെയ്യാറില്ല. കസേരയിലേക്ക് തല ചായ്ച്ച് തന്റെ കണ്ണുകൾ അടച്ച് അയാൾ ചിന്തയിൽ മുഴുകി. ഞാൻ വലിയ സ്ഥാനങ്ങളിലൊന്നും അല്ലെങ്കിൽ പോലും ഇപ്പോഴും ചില കാര്യങ്ങളെങ്കിലും എന്റെ കൺട്രോളിലുണ്ട്. ആ കുറച്ച് കൺട്രോളെങ്കിലും ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഞാൻ പറയുന്നത് അനുസരിക്കുന്നത്. പക്ഷേ എന്റെ മരണത്തിന് ശേഷം അവർ ഉറപ്പായും എന്റെ മകനെ പുറത്താക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇഷാനോട് ഇവിടെ നിന്നും പോകാൻ പറയണം. അല്ലെങ്കിൽ അവനത് വലിയൊരു നാണക്കേടായി മാറും. സഹദേവൻ സ്വയം പറഞ്ഞു. അയാളുടെ രോഗമാണ് ഇതിനെല്ലാം കാരണം. തന്റെ ശരീരത്തിന്റെ ഈ അവസ്ഥ വെച്ച് തനിക്ക് വീണ്ടും നോർത്ത് ലൈനിന്റെ തലവന്റെ സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ മരണപ്പെട്ടാലോ, ഇപ്പോൾ ആ സ്ഥാനം അലങ്കരിക്കുന്നയാൾ മരണപ്പെട്ടാലോ, ആ മുഴുവൻ കുടുംബവും തല കീഴായി മറിയും. അടുത്ത തലവനാകാൻ വേണ്ടി അവിടെയുള്ളവർ തമ്മിൽ മത്സരിക്കാൻ തുടങ്ങും. തമ്മിൽ പകവീട്ടാനായി കിട്ടുന്ന ഒരു അവസരവും ആരും മുതലെടുക്കാതിരിക്കില്ല. അങ്ങനെ കാലം പോകുന്നതിനനുസരിച്ച് ക്രമേണ ആ കുടുംബം തന്നെ ഇല്ലാതെയാകും. ഇതുപോലെയുള്ള അധികാരത്തിനായുള്ള തർക്കങ്ങൾ ഓരോ മഹത്തായ കുടുംബത്തിലും നടക്കാറുള്ളതാണ്. രാജകുടുംബത്തിൽ എങ്ങനെയാണോ രാജകുമാരന്മാർക്കിടയിൽ അടുത്ത രാജാവാകാനുള്ള വഴക്കുകൾ നടന്നിരുന്നത്, അതേപോലെ തന്നെ ഓരോ വലിയ കുടുംബത്തിലും അധികാരത്തിനായുള്ള തർക്കങ്ങൾ നടന്നിരുന്നു. എന്തിന്, ഒന്ന് കണ്ണടയ്ക്കുന്ന നേരത്തിലായിരിക്കും അവർ തമ്മിൽ തല്ലുന്നതും കൊല്ലുന്നതും ഒക്കെ. അച്ഛാ, അച്ഛാ! സഹദേവൻ തന്റെ കുടുംബത്തിന്റെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരോ ഒരാളുടെ ശബ്ദം അയാളുടെ കാതിൽ പതിഞ്ഞു. അയാൾ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് തന്റെ ഏറ്റവും അയോഗ്യനായ മകൻ തന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. ഞാനിവിടെ ഇരിക്കുമ്പോ ആരും എന്നെ ശല്യപ്പെടുത്താൻ വരരുതെന്ന് നിനക്കറിയില്ലേ? സഹദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അച്ഛാ എന്ന് വിളിച്ച് ഇഷാൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അച്ഛന്റെ വഴക്ക് കേട്ടതിന് ശേഷമാണ് അത് അദ്ദേഹം ഒറ്റയ്ക്ക് ചെലവഴിക്കാനായി ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു എന്ന് അവൻ ഓർത്തത്. ഈ സമയത്ത് അദ്ദേഹത്തോട് ആരും സംസാരിക്കാൻ ചെല്ലാറില്ല. അങ്ങനെയുള്ളപ്പോൾ താൻ എങ്ങനെ സംസാരിക്കാൻ ചെല്ലുമെന്ന് ആലോചിച്ച് ഇഷാൻ ഒന്ന് മടിച്ചു നിന്നു. നീ ആദ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് പോ, സഹദേവൻ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. ഇത്രയും ദേഷ്യത്തിൽ തന്റെ അച്ഛനെ കണ്ടതും വേറെ വഴിയില്ലാതെ അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അധ്യായം 112. ഇന്ദ്രനും ഇഷാന്റെ അച്ഛനും. അവിടെ നിന്നേ. ഇഷാൻ തന്റെ അച്ഛന്റെ ദേഷ്യം മനസ്സിലാക്കി തിരികെ പോകാൻ ഒരുങ്ങിയതും അയാൾ അവനെ തിരിച്ചു വിളിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന ചായ കുടിച്ചിട്ട് സഹദേവൻ അവനെ ഒന്ന് നോക്കി. അയാളുടെ ദേഷ്യം ശമിച്ചു തുടങ്ങിയിരുന്നു. എന്താടാ, നിനക്ക് എന്തോ ഒരു പരിഭ്രമം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾ സംശയത്തോടെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ട് ഇഷാൻ തിരിഞ്ഞ് തല കുലിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. അതച്ഛാ, നമ്മുടെ നാട്ടിൽ ഒരു എസ് ലെവൽ അധ്യാപകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ആ മഹാദേവനില്ലേ, അയാളുടെ ഭാര്യ വരെ സുഖപ്പെടുത്തി. അത് കണ്ടപ്പോ എനിക്ക് അച്ഛന്റെ കാര്യം ഓർമ്മ വന്നു. അച്ഛന്റെ രോഗത്തിനും ഒരു മാറ്റമില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് അദ്ദേഹത്തെ പോയി കണ്ടാലോ? ഇഷാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ എന്തോ ഒരു അനക്കം തോന്നി മുന്നോട്ട് നോക്കിയതും കണ്ടത് തന്റെ തൊട്ടു മുമ്പിൽ വന്നു നിൽക്കുന്ന അച്ഛനെയാണ്. അച്ഛൻ നേരത്തെ ആ കസേരയിൽ ഇരിക്കുകയായിരുന്നില്ലേ, പിന്നെ എങ്ങനെ ഇത്ര വേഗം ഇവിടെ എത്തി? ഇഷാൻ ഞെട്ടലോടെ ചിന്തിച്ചു. സഹദേവൻ ഇഷാൻ പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടലിലായിരുന്നു. അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു, കൈകൾ വിറച്ചു. അയാളുടെ കയ്യിലിരുന്നിരുന്ന ചായക്കപ്പ് താഴേക്ക് വീണു. എങ്കിലും അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവനും ഇഷാന്റെ വാക്കുകളായിരുന്നു. ഇഷാന് തന്റെ അച്ഛന്റെ ഈ പെരുമാറ്റം വളരെ വിചിത്രമായി തോന്നി. അച്ഛാ, എന്താ എന്താ പറ്റിയേ? അവൻ വേവലാതിയോടെ ചോദിച്ചു.
പക്ഷേ അത് കേൾക്കാത്തതുപോലെ സഹദേവൻ അവന്റെ തോളിൽ കൈവച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു, അതൊക്കെ വിട്. നീ നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറയേ. ഇവിടെ ഒരു എസ് ലെവൽ അധ്യാപകൻ വന്നിട്ടുണ്ടെന്നോ? സഹദേവൻ ഉറക്കെ ചോദിച്ചു. കുറച്ചു മുമ്പ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ദേഷ്യത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തില്ലായിരുന്നു. അതെ അച്ഛാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് പറഞ്ഞ ഇഷാൻ ഉടനെ താൻ കണ്ടതും അറിഞ്ഞതുമായ എല്ലാ വിവരങ്ങളും തന്റെ അച്ഛനോട് പറഞ്ഞു. ഇഷാന് തന്റെ അച്ഛന്റെ ലോകത്തെക്കുറിച്ച് നന്നായി തന്നെ അറിയാമായിരുന്നു. അനാരോഗ്യം മൂലം അവന്റെ അച്ഛന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ച തിരിയുമ്പോൾ എന്നും അദ്ദേഹത്തിന്റെ ഓറ നിയന്ത്രണാതീതമാകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. തന്റെ അവസ്ഥ മറ്റുള്ളവർ അറിയാതിരിക്കാൻ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം പുതിനയിട്ട ചായ കുടിക്കുന്നത് ഒരു പതിവാക്കി മാറ്റി. സത്യത്തിൽ അതിലൂടെ അദ്ദേഹം ഒന്ന് ശാന്തനാകാൻ ശ്രമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആളുകളുടെ മുന്നിലേക്ക് പോകാതിരിക്കാനുള്ള തന്റെ ഒഴിവ് കഴിവായി അയാൾ ഇതിനെ കണ്ടു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിചിത്രമായ പെരുമാറ്റം കണ്ട് ജനങ്ങൾ എന്തു പറയും? ജീവിച്ചിരിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ മാനം സംരക്ഷിക്കാൻ ഈ ഉച്ച സമയത്തെ ശീലം ഒരു പോംവഴിയായി അയാൾ കണ്ടു. നാട്ടിലേക്ക് വന്ന ആ എസ് ലെവൽ അധ്യാപകനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഈശാൻ അച്ഛനെ നോക്കി. അച്ഛാ, ഈ അധ്യാപകൻ ശരിക്കും കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന അച്ഛന്റെ പ്രശ്നത്തിന് എന്തായാലും ഒരു പരിഹാരം ലഭിക്കും. നമുക്ക് പോയി കണ്ടാലോ? അവൻ ചോദിച്ചു. ഈശാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സാധാരണ എപ്പോഴും ശാന്തനായി നടന്നിരുന്ന അവന്റെ അച്ഛൻ അവനേക്കാൾ 10 മീറ്റർ മുന്നിലെത്തിയിരുന്നു. നീ സംസാരിച്ചിക്കാതെ ഒന്ന് വേഗം വന്നേ, ഇപ്പൊ തന്നെ പോയി അധ്യാപകനെ കാണണം, അവന്റെ അച്ഛൻ തിടുക്കത്തോടെ പറഞ്ഞു. അവിടെ അപ്പോ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈശാന് കുറച്ച് സമയം വേണ്ടി വന്നു. പിന്നെ സ്വബോധത്തിലേക്ക് എത്തിയതും അവൻ ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു, അച്ഛാ, അച്ഛൻ ഷൂ ഇട്ടിട്ടില്ല. അവന്റെ അച്ഛൻ ഷൂ ഊരി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ വസ്ത്രവും ചുളുങ്ങിയിരിക്കുകയായിരുന്നു. എങ്ങനെയും ആ എസ് ലെവൽ അധ്യാപകനെ കണ്ടുമുട്ടണം എന്നുള്ള ചിന്തയിൽ സ്വന്തം വസ്ത്രത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും ഒന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ എല്ലാം എപ്പോഴും നല്ല ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ് സഹദേവൻ. അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോലത്തിൽ ആ അധ്യാപകനെ കാണാൻ തിടുക്കം കാണിക്കുന്നതെന്ന് ഈശാൻ ചിന്തിച്ചു. ഓ സോറി എന്ന് പറഞ്ഞ് സഹദേവൻ സ്വയം തലയിലടിച്ചു. അപ്പോഴാണ് അദ്ദേഹവും തന്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചത്. പെട്ടെന്ന് തന്നെ തയ്യാറായ ശേഷം അയാൾ വേഗതയേറിയ ചുവടുകളോടെ ഗേറ്റിനരികിലേക്ക് നടന്നു. വീട്ടിൽ നിന്നിറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് തനിക്ക് ആ അധ്യാപകൻ എവിടെയാണുള്ളത് എന്നറിയില്ലെന്ന് അദ്ദേഹം ഓർത്തത്. അല്ല ഇഷാൻ, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ആ അധ്യാപകൻ ഇപ്പൊ എവിടെയുള്ളത്? അദ്ദേഹം ഇഷാന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് ഇഷാൻ വിലാസം പറഞ്ഞു കൊടുത്തു. ഈ സമയം ഒരു മീറ്റിംഗ് ഹാളിൽ ചിലർ അത്ഭുതത്തോടെ സംസാരിക്കുകയായിരുന്നു. എന്താണ് ഈ പറയുന്നത്? ഒരു എസ് ലെവൽ അധ്യാപകൻ ഈ ടൗണിൽ വന്നെന്നോ? അതും അദ്ദേഹം മഹാദേവന്റെ ഭാര്യയെ 10 മിനിറ്റിനുള്ളിൽ സുഖപ്പെടുത്തിയെന്നോ? ഹേ, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല. ഇത് ചുമ്മാ ആരെങ്കിലും പടച്ചു വിട്ടതായിരിക്കണം, ഒരാൾ പറഞ്ഞു. മഹാദേവന്റെ ഭാര്യയുടെ അസുഖം രാജ്യത്തെ മികച്ച ഡോക്ടർമാർക്ക് പോലും ഭേദമാക്കാനായില്ല. എത്ര വിദഗ്ധനും മഹാനുമായ അധ്യാപകനാണെങ്കിലും ഒരു രോഗം ഭേദമാക്കാനുള്ള യഥാർത്ഥ കഴിവ് ഡോക്ടർക്ക് മാത്രമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു. പിന്നെങ്ങനെയാണ് അദ്ദേഹത്തിനൊരു ഡോക്ടറേക്കാൾ നല്ല ചികിത്സ നൽകാൻ കഴിയുന്നത്? എനിക്കും ഇതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണെന്നാണ് തോന്നുന്നത്. അവിടെ ഉണ്ടായ മറ്റൊരാൾ അത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രൻ എന്നാണെന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഈ ലോകത്തിലാകെ 9 രാജ്യങ്ങളിൽ മുഴുവനായി നോക്കിയാലും ആകെ കുറച്ച് എസ് ലെവലിലെ അധ്യാപകർ മാത്രമേ ഉള്ളൂ. അതുമല്ല, ഈ ഇന്ദ്രനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ ഒരു ഡോക്ടർ ആയിരിക്കാം. ഈ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു എസ് ലെവൽ അധ്യാപകനായി തെറ്റിദ്ധരിച്ചതാവാം. അദ്ദേഹം അത്ര വലിയ പുള്ളിയായിരുന്നെങ്കിൽ ചന്ദ്രഹാസൻ രാജാവെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതുമല്ല, നമ്മുടെ നാട്ടിലേക്ക് എപ്പോഴാണ് ഒരു എസ് ലെവൽ അധ്യാപകൻ വരുന്നതെന്ന് നോക്കി രാജാവ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. അദ്ദേഹം തന്നെ പലരെയും ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയച്ചിട്ടും അവർ ആരും വരാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളപ്പോ എങ്ങനെയാണ് ഒരു എസ് ലെവൽ അധ്യാപകൻ നാട്ടിൽ വന്നിട്ട് രാജാവ് അതറിയാതെ പോകുന്നത് എന്നൊക്കെ വലിയ കുടുംബങ്ങളുടെ ഭാഗമായിരുന്ന ചിലർ ഒന്നിച്ചുകൂടി സംസാരിച്ചു കൊണ്ടിരുന്നു. സത്യം എന്തായാലും അത് എന്നെങ്കിലും മറനീക്കി പുറത്തു വരും. അത് ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തും എന്നൊക്കെ അവിടെ കൂടിയിരുന്ന പലരും പലതും പറഞ്ഞു. മഹാദേവനെ പോലുള്ള ഒരാൾ അയാളുടെ വീടിന് ഗേറ്റിന് മുമ്പിൽ രാത്രി മുഴുവനും നിന്ന് എന്ന വാർത്ത കേട്ട് അവരൊക്കെ ഒന്ന് സംശയിച്ചിരുന്നു. എന്നാൽ അന്വേഷിച്ച ശേഷം അത് സത്യമാണെന്ന് അറിഞ്ഞതും ആ വിവരം അവിടെയെല്ലാം കാട്ടുതീ പോലെ പടർന്നു. ചിലർ ഈ വാർത്തകളൊക്കെ വിശ്വസിച്ചു, ചിലർ എന്നിട്ടും വിശ്വസിച്ചില്ല. ഇതൊന്നും അറിയാതെ
ചേതൻ തന്റെ ബംഗ്ലാവിൽ മറ്റൊരു പരീക്ഷണത്തിലായിരുന്നു. ഇതെന്താ ഇങ്ങനെ? മോഹനെ തൊട്ടിട്ട് എന്തുകൊണ്ടാണ് മാന്ത്രിക ലൈബ്രറി പുസ്തകങ്ങളൊന്നും കാണിക്കാത്തത്? പ്രീതിയെ തൊട്ടപ്പോൾ അവരെ കുറിച്ചുള്ള പുസ്തകം തന്റെ ഉള്ളിൽ വന്നതോർത്ത് അതുപോലെ മറ്റുള്ളവരെയും തൊട്ടാൽ പുസ്തകങ്ങൾ വരുമോ എന്നറിയാൻ ചേതൻ അത് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു. അങ്ങനെ ഈ പരീക്ഷണത്തിനായി അവൻ മോഹന്റെ ശരീരത്തിലെ എല്ലാ നാഡികളെയും പിടിച്ചു നോക്കിയെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല. അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി ഒന്ന് അനങ്ങിയത് പോലുമില്ല. മോഹൻ, ഇവിടെ കിടക്കൂ. ചേതൻ മോഹനോട് ഉത്തരവിട്ടു. കിടക്കാനോ? അത് കേട്ടതും മോഹന് എന്തോ ഉള്ളിൽ ഭയം തോന്നി. എന്നാൽ തന്റെ യജമാനൻ പറയുന്നത് എന്തും അനുസരിക്കുകയല്ലാതെ അവന്റെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. മോഹൻ കിടന്നതും ചേതൻ പരിശോധന ആരംഭിച്ചു. ചേതൻ ഇങ്ങനെ അവന് തോന്നിയതുപോലെ തന്റെ ശരീരത്തിൽ എല്ലായിടത്തും പിടിക്കുന്നത് എന്തിനാണെന്ന് മോഹന് മനസ്സിലായില്ല. ഇത്രയും നേരം തന്നെ വെറുതെ തൊട്ടത് പോരാഞ്ഞിട്ടാണോ ഇന്ദ്രൻ സാർ ഇനി തന്നോട് കിടക്കാൻ ആവശ്യപ്പെട്ടത്? സാറിന് സ്ത്രീകളെക്കാൾ താല്പര്യം പുരുഷന്മാരോടാണെന്ന് തോന്നുന്നു. അതുമല്ല, ഇതുപോലെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ വീക്കാണെന്ന് കേട്ടിട്ടുണ്ട്. മോഹൻ ആശയക്കുഴപ്പത്തിലായി. ദൈവമേ, ഈ സാർ ഇത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ലതായിരിക്കും അതോ? മോഹൻ ചെറുതായൊന്ന് ഭയന്നു. സാർ, അത് പിന്നെ... മോഹൻ ഒന്ന് തപ്പിത്തടഞ്ഞു. മിണ്ടാതെ കിടക്ക്. മോഹൻ പറയാൻ വന്നത് എന്താണെന്ന് ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ചേതൻ പറഞ്ഞു. മോഹൻ ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിൽ വേറെ വഴിയില്ലാതെ പറഞ്ഞു. കൊള്ളാം, ഇനി ഉറങ്ങിക്കോ. അല്പം അസ്വസ്ഥതകൾ തോന്നിയാലും അത് കാര്യമാക്കണ്ട. അത് അഡ്ജസ്റ്റ് ചെയ്തോ. ചേതൻ പറഞ്ഞു. എന്ത് അസ്വസ്ഥതയോ? അപ്പോ ഞാൻ സംശയിച്ച പോലെ തന്നെ ഇന്ദ്രൻ സാർ അങ്ങനെ ഒരാളാണോ എന്നോർത്ത് മോഹൻ പേടിച്ചു. എന്നാൽ ചേതൻ അതൊന്നും കാര്യമാക്കാതെ അയാളുടെ കൈത്തണ്ടയിലും തോളിലും തൊട്ടു. ഇതെന്താ ഇങ്ങനെ? ഒരു പ്രതികരണമില്ലാത്ത? ചേതൻ പിറുപിറുത്തു. എന്ത് പ്രതികരണം? സാർ എന്റെ അടുത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്? മോഹൻ പരിഭ്രമത്തോടെ ചോദിച്ചു. സാർ ആദ്യം അവന്റെ ദേഹത്ത് അവിടെയും ഇവിടെയും സ്പർശിച്ചു. ഇപ്പോതാ പ്രതികരണത്തെ കുറിച്ച് ചോദിക്കുന്നു. എത്തരത്തിലുള്ള പ്രതികരണമാകും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്ന് ഓർത്തതും മോഹൻ ഒന്ന് വിറച്ചു. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ ഒന്നും തരില്ല, മോഹൻ പെട്ടെന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു. മറുവശത്താവട്ടെ ചേതൻ എന്തൊക്കെയോ പെറുപിറുക്കുകയായിരുന്നു. മോഹനെ നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം ചേതൻ പറഞ്ഞു. മോഹൻ, അനങ്ങാതെ കിടക്കാൻ ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം. സാറിനെ വെറുതെ വിടില്ലെന്ന് തോന്നുന്നല്ലോ. ഇനിയും ശ്രമിക്കാമെന്ന് ചേതൻ പറയുന്നത് കേട്ട് മോഹൻ ഞെട്ടി. എന്താണ് സാറിന് വേണ്ടത്? ഞാൻ അത്തരക്കാരനല്ലാന്ന് പറഞ്ഞാലോ? അയാൾ ചിന്തിച്ചു. സാർ എന്ത് വിചാരിച്ചാലും സാരമില്ല എന്ന് തീരുമാനിച്ച മോഹൻ ചേതനിൽ നിന്ന് തന്റെ ശരീരം മെല്ലെ ചലിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ മോഹന്റെ ശ്രമങ്ങളെ തടഞ്ഞ ചേതൻ ഒടുവിൽ അയാളെ ബോധരഹിതനാക്കി. പിന്നീട് മോഹനെ സ്പർശിച്ചപ്പോൾ ചേതന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയിൽ ഒരു പുസ്തകം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ചേതൻ മാന്ത്രിക ലൈബ്രറിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പുതിയ ഒരു കണ്ടുപിടുത്തം നടത്തി. ഉണർന്നിരിക്കുന്ന ഒരുവന്റെ ചലനമോ പഞ്ചിങ് ടെക്നിക്കോ നോക്കി അവരുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ മാന്ത്രിക ലൈബ്രറി സൃഷ്ടിക്കുന്നു. അതുപോലെ കാലക്രമേണ ആ വ്യക്തികളിൽ വരുന്ന മാറ്റം അനുസരിച്ച് അതിൽ എഴുതിയിരിക്കുന്ന വിവരങ്ങളും ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യും. മനുഷ്യർ സമയവും അനുഭവവും കടന്നു പോകുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ. അവരുടെ തെറ്റുകളുടെയും നേട്ടങ്ങളുടെയും എണ്ണം കൂടി വരും. അതിനനുസരിച്ച് അവയെല്ലാം തനിയെ തന്നെ മാന്ത്രിക ലൈബ്രറിയിൽ മാറുകയും ചെയ്യും. മറുവശത്ത് ബോധരഹിതരായ ആളുകളെ നിർജീവമായ ഒന്നായി ലൈബ്രറി കണക്കാക്കുന്നു. അബോധാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചോ നിർജീവ വസ്തുവിനെ കുറിച്ചോ വിവരങ്ങൾ ലഭിക്കുന്നതിന് അവൻ അവരെ സ്പർശിക്കേണ്ടതുണ്ട്. ആ സ്പർശനത്തിലൂടെ അവന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി ആ വസ്തുവിനെയോ വ്യക്തിയെയോ കുറിച്ചുള്ള വിവരങ്ങളുള്ള പുസ്തകം സൃഷ്ടിക്കും. അങ്ങനെ രണ്ടു വിധത്തിൽ ആ മാന്ത്രിക ലൈബ്രറി പ്രവർത്തിക്കുമായിരുന്നു. ലൈബ്രറിയുടെ പ്രവർത്തന രീതി മനസ്സിലാക്കിയ ചേതൻ ഇപ്പോൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ഇനി പ്രീതിയുടേതുപോലെ മറ്റെന്തെങ്കിലും പ്രതിസന്ധി തന്റെ മുന്നിൽ വന്നാൽ അത് മറികടക്കാനായി അവരെ സ്പർശിക്കണമെന്ന് ചേതൻ മനസ്സിലാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ മോഹൻ ഉണർന്നു. എല്ലാം ശരിയാണോ അല്ലയോ എന്നറിയാൻ തന്റെ ശരീരത്തിലെ ഓരോ ഭാഗവും അവൻ പരിശോധിച്ചു നോക്കി. തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായതും അയാൾ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. എന്തോ റിയാക്ഷൻ നോക്കാനാണ് എന്നാണ് സാറ് പറഞ്ഞത്. എന്ത് റിയാക്ഷൻ ആയിരുന്നു എന്തോ. എന്തായാലും എനിക്കൊന്നും പറ്റിയില്ലല്ലോ. മോഹൻ വേഗം മുറി വിട്ട് പുറത്തേക്ക് പോയി. എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അവൻ പോയതുപോലെ തന്നെ തിരിച്ചു വന്നു പറഞ്ഞു. സാർ, നോർത്ത് ലൈനിൽ ഒരാൾ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സഹദേവൻ എന്നാണ്. നോർത്ത് ലൈനിൽ നിന്നോ? അദ്ദേഹത്തോട് അകത്തേക്ക് വരാൻ പറയൂ.
എന്ന് പറഞ്ഞ് ചേതൻ തന്റെ ഇരിപ്പിടത്തിലേക്ക് പോയിരുന്നു. മഹാദേവന്റെ ഭാര്യയെക്കുറിച്ചുള്ള വാർത്തകൾ അതിവേഗം പ്രചരിക്കുന്നുണ്ടെന്ന് ചേതനും വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ടാണ് തന്നെ കാണാൻ ഇത്ര പെട്ടെന്ന് ഇവിടെ ഒരാൾ വന്നത്. ഇതേ സമയം ബംഗ്ലാവിന് പുറത്തു നിന്നിരുന്ന സഹദേവന് തന്റെ മകന്റെ വാക്കുകളിൽ സംശയം തോന്നി. നീ നേരിട്ട് കണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞത്? പിന്നെന്താ മോഹൻ വന്നിട്ട് അയാളാണ് നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞത്? നീ സത്യത്തിൽ അപ്പോൾ ഈ അധ്യാപകനെ കണ്ടിരുന്നില്ലേ? അയാൾ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. അനാരോഗ്യം കാരണം അദ്ദേഹത്തിന്റെ ഡോൺ ലെവൽ കുറഞ്ഞിരുന്നു. തിടുക്കത്തിൽ ഇവിടെ എത്തിയ സഹദേവൻ ഇപ്പോഴാണ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. ഈശാൻ തന്നോട് പറഞ്ഞ ഈ കഥയിലെ ചില പഴുതുകൾ ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. ആരും അറിയാതെ ഒരു എസ് ലെവൽ അധ്യാപകൻ എങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി? വന്നാലും ഇത്ര ചെറിയ ബംഗ്ലാവിൽ എന്തിന് താമസിക്കുന്നു? ഒരു യഥാർത്ഥ ഉയർന്ന നിലയിലെ അധ്യാപകന് എണ്ണമറ്റ ശിഷ്യന്മാരും അനുയായികളും ഉണ്ടാവും. പിന്നെ എന്തിനാണ് ഒരു സാധാരണ കടയുടമയെ തന്റെ കാര്യസ്ഥനാക്കിയത്? അയാൾ എന്തിനിതെല്ലാം ചെയ്യണം? ഈ കഥയിൽ പലതും വിചിത്രമാണല്ലോ എന്ന ആശയക്കുഴപ്പത്തിലാണ് സഹദേവൻ മകനോട് അങ്ങനെ ചോദിച്ചത്. അച്ഛാ, മോഹനാണ് എന്നോട് പറഞ്ഞത്. അത് മാത്രമല്ല, മഹാദേവന്റെ ഭാര്യ സുഖപ്പെട്ട് എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈശാൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. സഹദേവൻ പതിയെ തലയാട്ടി. മുന്നിൽ നിൽക്കുന്നയാൾ എസ് ലെവൽ അധ്യാപകൻ ആയിരുന്നാലും ഇല്ലെങ്കിലും ഇത് അദ്ദേഹത്തിന് മുമ്പിലെ ഒരു അവസരമായിരുന്നു. അതിനാൽ അത് പാഴാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് താൻ കാണാൻ പോകുന്നയാൾ ഒരു എസ് ലെവൽ അധ്യാപകൻ ആണെങ്കിലും അല്ലെങ്കിലും എന്താ, രോഗം മാറിക്കിട്ടിയാ പോരെ. പെട്ടെന്ന് ഗേറ്റ് തുറന്ന് മോഹൻ പുറത്തേക്ക് വന്നു. ഇന്ദ്രൻ സാർ ഇപ്പൊ ഫ്രീ ആണ്, അതുകൊണ്ട് നിങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞു, മോഹൻ പറഞ്ഞു. സഹദേവൻ ഇഷാനെ ഒന്ന് നോക്കിയ ശേഷം മുന്നോട്ട് നടന്നു. ഇഷാനും അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും തോറും അയാളുടെ സംശയവും കൂടി വന്നു. താൻ കാണാൻ പോകുന്നയാൾ ഒരു തട്ടിപ്പുകാരനാകുമെന്ന് അയാൾ കരുതി. അല്പസമയത്തിനുള്ളിൽ എല്ലാവരും ആ വലിയ ഹാളിലേക്ക് എത്തി. സാർ, ഇതാണ് സഹദേവൻ, ഇത് അദ്ദേഹത്തിന്റെ മകൻ ഇഷാൻ എന്ന് പറഞ്ഞ് മോഹൻ ചേതൻ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ചേതൻ ഒന്ന് തലയാട്ടി ഇരുവരെയും നോക്കി. എന്നിട്ട് മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കാം. അധ്യായം 113. നിങ്ങളൊരു മൃഗമാണ്. ചേതൻ പറഞ്ഞപ്പോൾ സഹദേവനും ഇഷാനും അവിടെ ഇട്ടിരിക്കുന്ന ഗസ്റ്റ് ചെയറിലേക്ക് ഇരുന്നു. സഹദേവൻ തന്റെ മുന്നിലിരിക്കുന്ന അധ്യാപകനെ ഒന്ന് അടിമുടി നോക്കി. അയാളെ കണ്ടിട്ട് ഒരു 40-50 വയസ്സ് കാണുമെന്ന് സഹദേവന് തോന്നി. പക്ഷേ ഇന്ദ്രന്റെ ചർമ്മത്തിൽ ചുളിവുകൾ ഒന്നുമില്ലാത്തത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരുപക്ഷെ അയാൾക്ക് 30 വയസ്സിന് മുകളിൽ മാത്രമേ പ്രായം ഉണ്ടാവുകയുള്ളൂന്ന് സഹദേവൻ ഊഹിച്ചു. അത്രയേ അയാൾക്ക് പ്രായമുള്ളൂ എങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഒരു പ്രായം കൂടിയ ആളായി അഭിനയിക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോ ഈ വ്യക്തി തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മറയ്ക്കാൻ ശ്രമിക്കുകയായിരിക്കാം. അയാൾക്ക് സംശയം വർദ്ധിച്ചു. കാരണം സഹദേവൻ അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. ആ വർഷങ്ങളിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഒരാളുടെ രൂപം മാറ്റുന്ന മരുന്നുകളെ കുറിച്ചും അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സമാനമായ ഒരു മേക്കപ്പ് ഈ ഇന്ദ്രനിൽ കണ്ടു. ഒരു യഥാർത്ഥ എസ് ലെവൽ അധ്യാപകനാണെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ തന്റെ രൂപം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? അതിൽ നിന്ന് തന്നെ ഇയാൾ വ്യാജനാണെന്ന് സഹദേവൻ ഉറപ്പിച്ചു. സഹദേവന്റെ മുഖം കണ്ടപ്പോൾ ചേതനും അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായിരുന്നു. മഹാദേവന്റെ ഭാര്യയുടെ കഥ കേട്ടിട്ടാണ് തന്റെ അച്ഛൻ ഇവിടേക്ക് വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ദ്രൻ സാറിനെ കണ്ടിട്ടും ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈശാൻ ചിന്തിച്ചു. ചേതൻ ഇതൊക്കെ കണ്ടിട്ടും ശാന്തമായിരുന്നു. സഹദേവനും ഒന്നും പറയാൻ പോയില്ല. ഏറെ നേരം എല്ലാവരും നിശബ്ദരായി പരസ്പരം നോക്കിയിരുന്നു. അച്ഛന് ഇവിടെ എത്താൻ വലിയ തിടുക്കമായിരുന്നു. പിന്നെ എന്താണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇത് കണ്ട് ഇന്ദ്രൻ സാറിന് ദേഷ്യം വന്നാലോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ഇഷാൻ പരിഭ്രമത്തോടെ മുന്നോട്ട് വന്നു. സാർ, എന്റെ അച്ഛന് കുറച്ചു നാളായി സുഖമില്ല. അത് കാരണം ഡോൺ ലെവലും കുറഞ്ഞുപോയി. സാറിനെ പോലെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. സാറിന് ഈ രോഗത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തരാൻ കഴിയോ? ഇഷാൻ വിനയത്തോടെ ചോദിച്ചു. അത് കേട്ട് ചേതൻ ദേഷ്യത്തോടെ ചോദിച്ചു, ഞാനെന്താ ഡോക്ടറാണോ? ചേതൻ ഒരു എസ് ലെവൽ അധ്യാപകനായാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവൻ അതിന് ചേരുന്ന രീതിയിൽ തന്നെ ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ സഹദേവന് തന്നെ കുറിച്ച് നല്ല സംശയമുണ്ടെന്ന് ചേതൻ അറിയാം. അതുകൊണ്ട് തന്നെ ചേതൻ അവരെ സഹായിക്കാൻ പെട്ടെന്ന് സമ്മതിച്ചാൽ അത് സഹദേവനിൽ വീണ്ടും സംശയമുണ്ടാക്കും. അതുകൊണ്ടാണ് ചേതൻ അല്പം ദേഷ്യത്തോടെയും അഹങ്കാരത്തോടെയും സംസാരിച്ചത്.
ഈശാൻ ചേതൻ ചോദിച്ചത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു. അല്ല സാർ, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവൻ തന്റെ അച്ഛന്റെ കൈ പിടിച്ചു. ക്ഷമിക്കണം, എന്റെ മോൻ അവന്റെ വിവരക്കേടുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളത് കാര്യമാക്കണ്ട എന്ന് സഹദേവൻ മെല്ലെ ശബ്ദമുയർത്തി പറഞ്ഞു. ഇവിടെ ഈ എസ് ലെവൽ അധ്യാപകനായി അഭിനയിക്കുന്നവൻ ശരിക്കും ഒരു തട്ടിപ്പുകാരൻ തന്നെയാണെന്ന് സഹദേവൻ അറിയാം. അതുകൊണ്ടാണ് അയാളുടെ ശബ്ദത്തിൽ വലിയ മതിപ്പൊന്നും ഇല്ലാതിരുന്നതും. എന്നിരുന്നാലും സഹദേവൻ ഒരു മിനിമം മര്യാദ പാലിച്ചിരുന്നു. അയാൾ തന്റെ സംശയം പുറത്തു കാണിക്കാതെ എതിരെ നിൽക്കുന്നവൻ എത്ര വരെ പോകുമെന്ന് നോക്കാൻ തന്നെ തീരുമാനിച്ചു. എന്റെ ശരീരത്തില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളിവിടെ വന്നതിനെ കുറിച്ച് കേട്ടു. അതുകൊണ്ടാണ് ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്തെങ്കിലും പ്രതിവിധി നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദയവായി എന്നെ സഹായിക്കണം. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്കതിനാവുമെന്ന് തോന്നുന്നില്ല. സഹദേവൻ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ശരീരത്തിൽ പ്രശ്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചേതൻ തന്റെ പുരികമുയർത്തി. അദ്ദേഹം തന്നെ സംശയിക്കുന്നുണ്ട് എന്നുള്ളത് അവൻ അറിയാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ സംശയിക്കുന്നത് എന്നുള്ളത് മാത്രം ചേതനെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശരിക്കും മഹാദേവന്റെ ഭാര്യയുടെ കഥ അറിഞ്ഞാലും ചേതന്റെ അഭിനയം കണ്ടാലും ആർക്കും സംശയം തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് തന്നിൽ സംശയം വന്നത് എന്ന് ആലോചിച്ച് അവൻ കുഴഞ്ഞു. ചേതനെ കൊണ്ട് തന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല. കാരണം അവൻ ഇതുവരെയും മറ്റൊരിടത്തും പോയിട്ടില്ല. അവൻ ഈ ലോകത്തിൽ നിന്നുമുള്ള വ്യക്തിയുമല്ല. അവൻ തന്റെ ലോകത്തിൽ വെറുമൊരു ലൈബ്രറിയൻ മാത്രമായിരുന്നു. മഹാദേവൻ ചേതനെ സംശയിച്ചില്ല. കാരണം അയാളുടെ മനസ്സിൽ എങ്ങനെയും തന്റെ ഭാര്യയെ രക്ഷിക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമല്ല, വളഞ്ഞ വഴിയിലൂടെ കാര്യം കാണുന്നവരുമായി അദ്ദേഹത്തിന് ഇടപെട്ട് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ചേതന്റെ മേക്കപ്പിന്റെ പിഴവുകളൊന്നും മഹാദേവൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ ചേതന്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന സഹദേവനെ വിഡ്ഢിയാക്കാൻ ഇതൊന്നും പോരായിരുന്നു. സഹദേവന് ഇതുപോലെയുള്ള തട്ടിപ്പുകാരെയും കൊള്ളക്കാരെയും നന്നായി തന്നെ അറിയാം. അച്ഛാ, ഇഷാൻ മെല്ലെ വിളിച്ചു. തന്റെ അച്ഛൻ ഇന്ദ്രൻ സാറിനോട് ബഹുമാനം കാണിക്കാത്തത് കണ്ട് അവന് ഭയം തോന്നി. തന്റെ അച്ഛൻ എപ്പോഴും ആൾക്കാരോട് ശരിയായ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. പിന്നെ എന്താ ഇന്ന് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവരുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു എസ് ലെവൽ അധ്യാപകനായിരുന്നു. കൂടാതെ മഹാദേവനെ പോലെ ഒരാളെ രാത്രി മുഴുവനും പുറത്തു നിർത്തിയതിന് ശേഷമാണ് ഇദ്ദേഹം അയാളെ കാണാൻ അനുവദിച്ചത് പോലും. എന്നാൽ ഇഷാനെയും അവന്റെ അച്ഛനെയും ഉടൻ തന്നെ അകത്തേക്ക് ക്ഷണിച്ചത് അവനെ അതിശയിപ്പിച്ചിരുന്നു. സത്യത്തിൽ അതൊരു വലിയ കാര്യമാണ്. ഈ അവസരം മുതലാക്കാതെയാണ് അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഇഷാൻ കരുതി. എനിക്ക് പറ്റില്ല എന്നറിഞ്ഞിട്ടും എന്തിനാ പിന്നെ എന്നെ കാണാൻ വന്നത്? മുന്നിലിരിക്കുന്നയാൾ തന്നെ സംശയിക്കുന്നു എന്നറിഞ്ഞ് ചേതൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. കാര്യം അഭിനയിക്കുകയാണെങ്കിലും തന്റെ കൂടെ മാന്ത്രിക ലൈബ്രറി ഉള്ളത് കൊണ്ട് ആരുടെ എന്ത് പ്രശ്നം വേണമെങ്കിലും നേരിടാമെന്ന് ചേതന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തന്റെ അച്ഛനും ഇന്ദ്രൻ സാറും തമ്മിൽ വാക്പോര് നടത്തുന്നത് കണ്ട് ഇഷാൻ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും അവന്റെ അച്ഛൻ അതിനു മുമ്പേ സംസാരിച്ചു തുടങ്ങി. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നല്ല, ഇന്ന് വരെ ആരെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് പരീക്ഷിക്കാനും ഞാൻ തയ്യാറാണ്. കുറച്ചുനാൾ മുമ്പാണ് ഞാനൊരു പുതിയ ടെക്നിക്ക് പഠിച്ചത്. പക്ഷേ എനിക്കത് മുഴുവനായി മനസ്സിലായില്ല. അതുകൊണ്ട് എന്റെ തെറ്റ് നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതിയോ? ഇപ്പോ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഉപദേശം തരാമോ? അതും പറഞ്ഞ് സഹദേവൻ എഴുന്നേറ്റ് നിന്നു. ഇപ്പോഴും ഇവിടെ ഈ അധ്യാപകന്റെ വേഷം കെട്ടി നിൽക്കുന്നവൻ ഒരു തട്ടിപ്പുകാരനാണെന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു അയാൾ. അതിനാൽ ഈ വ്യാജ അധ്യാപകനെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അയാൾക്ക് ഇനിയും ഈ നാടകം തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തുടരട്ടെ. ടെക്നിക്കുകളെ കുറിച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ചേതനെ പെടുത്താൻ സഹദേവൻ ശ്രമിക്കുകയായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെയാകുമ്പോൾ ചേതന്റെ നാടകം പൊളിച്ചെടുക്കാമെന്ന് കരുതി. ചേതന് എന്തെങ്കിലും പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ അദ്ദേഹം തന്റെ ടെക്നിക്ക് കാണിക്കാൻ തുടങ്ങി. തന്റെ കൈ മുന്നോട്ട് വീശി ഓറ മുന്നോട്ട് തള്ളി. അദ്ദേഹത്തിന്റെ ഓരോ പഞ്ചിലും അപാര ശക്തി ഉണ്ടായിരുന്നു. അയാൾ മികച്ച ഒരു അഭ്യാസിയാണെന്ന് അയാളുടെ ടെക്നിക്ക് കണ്ടാൽ ആരും തന്നെ കണ്ണടച്ചു പറയും. അത്രയും മികച്ചതായിരുന്നു അയാളുടെ ചലനങ്ങളും. ഡോൺ 6 സ്റ്റേജ് ഫൈറ്റർ ആണ് സഹദേവൻ. എന്നാൽ മോശം ശാരീരിക അവസ്ഥ കാരണം അദ്ദേഹം ഇപ്പോൾ ഡോൺ 3 മാറിയിരുന്നു. അയാളുടെ ശക്തി ഡോൺ 3 സ്റ്റേജിലെ വ്യക്തിയുടെ അത്രയായി കുറഞ്ഞില്ല എങ്കിലും അദ്ദേഹം ഒരു ഡോൺ 6 ഫൈറ്ററുമായി തുല്യനായിരുന്നില്ല. അതുകൊണ്ടാണ് ഡോൺ 3 ആയിട്ടും അദ്ദേഹത്തിന്റെ ശക്തികൾ മികച്ചു നിന്നത്. അദ്ദേഹം ഒരു പഞ്ച് പൂർത്തിയാക്കി നിവർന്നു നിന്നു. എന്നിട്ട് ചേതനെ നോക്കി പറഞ്ഞു, ഞാൻ എന്റെ ടെക്നിക്ക് പൂർത്തിയാക്കി. ഇനി എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരൂ. ഈ തട്ടിപ്പുകാരൻ ഇപ്പോൾ
എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ സഹദേവന് തിടുക്കമായിരുന്നു. സഹദേവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ചേതനും അറിയാം. എന്നിരുന്നാലും ചേതൻ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ശരിക്കും നിങ്ങൾക്ക് എന്റെ ഉപദേശം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉറപ്പായും, സഹദേവൻ മറുപടി നൽകി. നിങ്ങളുടെ ടെക്നിക്ക് കൊള്ളാം. നിങ്ങളുടെ പഞ്ച് ഇപ്പോൾ ഡോൺ 3-യിലുള്ള ഒരാളുടെ പോലെയാണ്. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ പവർ ശരിയായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ചേതൻ ഒന്ന് ചെറുതായി ചിരിച്ചു. എന്നിട്ട് തുടർന്നു, നിങ്ങളൊരു മൃഗമാണ്. ഇത് കേട്ട് മോഹനും മുറിയിൽ നിന്നവരും ഞെട്ടി. പ്രത്യേകിച്ച് ഈശാൻ. തന്റെ അച്ഛനെ ചേതൻ അപമാനിച്ചത് കേട്ട് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. അച്ഛന്റെ പഞ്ചിങ് ഒരുപക്ഷെ തെറ്റായിരിക്കാം എന്ന് വെച്ച് ഒരാളെ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? മൃഗമെന്നൊക്കെ ഒരാളെ വിളിക്കുന്നത് തീരെ ശരിയല്ല. അവൻ ചേതനെ നോക്കി. സാർ, എന്റെ അച്ഛൻ നിങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറിയെന്ന് സമ്മതിക്കുന്നു എന്ന് കരുതി അദ്ദേഹത്തെ മൃഗം എന്നൊക്കെ വിളിച്ച് അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ന്യായമാണോ? ഈശാൻ ചോദിച്ചു. അപമാനോ? ഞാൻ നിന്റെ അച്ഛനെ അപമാനിക്കുകയാണോ അല്ലയോ എന്ന് നീ തന്നെ നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക, ചേതൻ പറഞ്ഞു. അത് കേട്ട് ഉടനെ തന്നെ അവൻ അച്ഛാ എന്ന് വിളിച്ചു തിരിഞ്ഞതും തന്റെ മുന്നിലെ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ആകെ നിന്ന് വിറയ്ക്കുകയായിരുന്നു. സാർ, ദയവായി എന്നെ രക്ഷിക്കൂ. തന്റെ അച്ഛൻ ഇന്ദ്രൻ സാറിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് യാചിക്കുന്നത് ഈശാൻ കണ്ടു. സഹദേവൻ നോർത്ത് ലൈനിന്റെ തലവനല്ലെങ്കിലും ഒരു വലിയ കുടുംബത്തിലെ വ്യക്തി എന്നുള്ള അഭിമാനവും ഗാംഭീര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള സഹദേവൻ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഈശാനൊപ്പം മോഹനും മനസ്സിലായില്ല. അച്ഛന് ഇതെന്തു പറ്റി? ഈശാൻ ചിന്തിച്ചു. അവൻ അവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലായില്ല. മറുവശത്ത് മോഹനും ആശയക്കുഴപ്പത്തിലായിരുന്നു. സഹദേവനെന്താ ഭ്രാന്തുണ്ടോ? എന്തുകൊണ്ടാണ് അയാൾ ഒരു വാക്ക് കേട്ടതും ഇങ്ങനെയൊക്കെ മാറിയത്? കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് വരെ അയാൾ ഒരു അഹങ്കാരിയെ പോലെയാണ് പെരുമാറിയത്. കൂടാതെ ഒരു വലിയ യോദ്ധാവിനെ പോലെ തന്റെ ടെക്നിക്ക് അവർക്ക് മുന്നിൽ കാണിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ദ്രൻ സാറിന്റെ വായിൽ നിന്നും മൃഗമെന്ന് കേട്ടതും അയാളുടെ സ്വഭാവം ആകെ മാറിയിരിക്കുന്നു. ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മോഹനും ഇഷാനും മനസ്സിലായില്ല. മോഹൻ, ഇവരിരുവരെയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കും. ഇവർക്കായി അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. സഹദേവന്റെ അപേക്ഷ അവഗണിച്ചുകൊണ്ട് ചേതൻ ഉത്തരവിട്ടു. ചേതനൊരു വഞ്ചകനാണെന്നാണ് സഹദേവൻ ആദ്യം കരുതിയത്. അതുകൊണ്ടാണ് അയാൾ ചേതനെ പരീക്ഷിക്കാൻ തുടങ്ങിയതും. എന്നിട്ടിപ്പോൾ അയാൾ അതേ ചേതനിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കുന്നു. അയാളെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ചേതന് 1 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ചേതൻ കണ്ണുകളടച്ച് ധ്യാനാവസ്ഥയിലേക്ക് പോയി. സഹദേവനും ഇഷാനും ചേതൻ കോപത്തിലാണെന്ന് കരുതി അവനെ തന്നെ നോക്കി നിന്നു. മോഹൻ തന്റെ യജമാനന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അവരെ ഇരുവരെയും നോക്കി. ദയവായി നിങ്ങളെ തന്നെ പുറത്തു, അതാണ് നിങ്ങളുടെ മാനത്തിന് നല്ലത്. മോഹനെ ശ്രദ്ധിക്കാതെ സഹദേവൻ വീണ്ടും ചേതന്റെ മുന്നിൽ മുട്ടുകുത്തി. നിങ്ങളെ കുറിച്ച് അറിയാതെയാണ് ഞാൻ ഒരു വിഡ്ഢിയെ പോലെ പെരുമാറിയത്. എനിക്ക് ഒരവസരം കൂടി തരണം. ചേതന്റെ ആജ്ഞ കേട്ട് സഹദേവൻ പരിഭ്രമത്തോടെ പറഞ്ഞു. താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. മകൻ പറയുന്നത് കേട്ട് ഇന്ദ്രൻ സാറിനെ അനുസരിച്ചിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഒരു അധ്യാപകനെ സംശയിക്കുന്നത് അവന്റെ ശക്തിയെയും കഴിവിനെയും സംശയിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നോട് ദേഷ്യപ്പെട്ടതിൽ അതിശയിക്കാൻ ഒന്നുമില്ല, സഹദേവൻ ചിന്തിച്ചു. സഹദേവൻ എന്ന ഒരു പ്രമുഖൻ മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ട് മോഹനും ഞെട്ടി. അവനും ആശയക്കുഴപ്പത്തോടെ തന്റെ യജമാനെ നോക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ മോഹൻ നിശബ്ദനായി നിന്നു. അവിടെ സഹദേവന്റെ യാചന മാത്രം മുഴങ്ങിക്കേട്ടു. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നോ, അതോ ഞാൻ കേൾപ്പിക്കുന്ന വിധത്തിൽ വീണ്ടും പറയണോ? ചേതൻ ഉച്ചത്തിൽ ചോദിച്ചു. ചേതന്റെ സ്വരത്തിൽ വലിയ ദേഷ്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും അവൻ അതുള്ളതുപോലെ അഭിനയിച്ചു. ഇപ്പൊ ചെയ്യാം സാർ, 1 മിനിറ്റ്. മോഹൻ ഭയന്നുപോയി. ഉടൻ തന്നെ കാവൽക്കാരന് ആംഗ്യം കാണിച്ചു. വേഗം ഇവിടേക്ക് വാ, ഇവരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറത്താക്ക്. ഇത് ഇന്ദ്രൻ സാറിന്റെ ഉത്തരവാണ്. മോഹൻ പരിഭ്രമത്തോടെ അലറി. മോഹന്റെ ആജ്ഞ കേട്ട് ചില കാവൽക്കാർ ഓടി വന്നു. സഹദേവന്റെ മുന്നിൽ നിന്നുകൊണ്ട് 2 കാവൽക്കാരിൽ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, സഹദേവൻ സാർ, ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ. അത് കേട്ട് സഹദേവൻ തലയാട്ടി എഴുന്നേറ്റു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇഷാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മൃഗമെന്ന് വിളിച്ചിട്ട് എന്തുകൊണ്ട് അച്ഛന് ദേഷ്യം വന്നു എന്ന് അവൻ അറിയണമെന്ന് തോന്നി. ഇഷാനെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് അച്ഛന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. ഞാൻ എടുത്തു ചാടിയതാണ്. എനിക്കിപ്പോ മനസ്സിലായി സാർ. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഗേറ്റിന് വെളിയിൽ തന്നെ കാത്തു നിൽക്കും. സഹദേവൻ
തല കുനിച്ച് പോകാൻ തുടങ്ങി. ഇഷാനും പുറകെ നടക്കാൻ തുടങ്ങി.